ഹായ് ഗൈസ്, എന്നുള്ളത് നിലമ്പൂരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ കാലമായിട്ട് അയാളോട് ചോദിക്കാറുണ്ട്, എപ്പോഴാണ് മാരേജ്, എപ്പോഴാണ് അല്ലേ, കോഴ്സ് കഴിഞ്ഞില്ലേ, പിന്നെ എന്താ പറയുക, എക്സ്പീരിയൻസ് ഇത്തിരി ആയില്ലേ, മാരേജിനെ പറ്റി എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചാണെന്ന് തോന്നുന്നു ലാസ്റ്റ് നാളുടെ മാരേജാണ്. അപ്പം ഇന്ന് നമ്മളുള്ളത് പറഞ്ഞ പോലെ നിലമ്പൂരാണ്. ആക്ച്വലി നമ്മളെ മാരേജ് വിളിച്ചത് വടകരയിലേക്കാണ്. വടകരയിലെ മാരേജ് അവിടെ നിന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നെക്സ്റ്റ് ഡേ ആളുടെ ഹസ്സിൻ്റെ വീട്ട്, അതായത് ഇവിടുത്തെ ഫംഗ്ഷൻ ഉള്ളത് നിലമ്പൂരായിരുന്നു. അപ്പം അങ്ങനെ ഇവിടത്തേക്ക് വന്നതാണ്. അവിടെ ഓഡിറ്റോറിയത്താണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നമ്മുടെ അടുത്ത് എത്തുന്ന സ്റ്റുഡൻസ് ഓരോരുത്തരും തുടക്കം മുതലേ ഉള്ളവർ, അവർ ലൈഫിൽ ഓരോ എന്താ പറയുക ചലഞ്ചസ് ആണെങ്കിലും അവരുടെ എന്താ പറയുക മുന്നോട്ടേക്കുള്ള ഓരോ ലൈഫിൽ നമ്മൾ നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങൾ പക്ഷേ ലൈഫ് ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ മാരേജ് ഇതിൻ്റെ ഒരു മേജർ പാർട്ട് തന്നെയാണ്. കരിയർ ഡെവലപ്പ് ചെയ്തു, നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയി, പിന്നെ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് ഇങ്ങനെ ലൈഫ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അല്ലേ, അപ്പോൾ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ മാരേജ് അതിനിടയിലേക്ക് വരും. കരിയറും ലൈഫും ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഓഡിറ്റോറിയം ഇവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആളുടെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, സ്പെഷ്യൽ ഗാർഡിയനും കൂടിയാണ്. അപ്പം ആ സ്പെഷ്യൽ ഗാർഡിയനെ നമുക്ക് ആദ്യം ഒന്ന് കാണാം, മാത്രമല്ല അവരെ ഒന്ന് സർപ്രൈസ് ചെയ്യുക. രണ്ടായിരത്തി 19 ആള് കോഴ്സ് കഴിഞ്ഞത്. അപ്പം അതിന് ശേഷം എക്സ്പീരിയൻസ് ഒക്കെ ആക്കിയതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ഇടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു. കാറ്ററിംഗ് ഡെവലപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ആക്കി 2, 3, 4 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാരേജ് എപ്പോഴാണ് പറയണം, കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 3-4 days ബാക്ക് പെട്ടെന്ന് ഇൻവിറ്റേഷൻ ലെറ്റർ വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഭയങ്കര സർപ്രൈസ് ആയി, ഭയങ്കര ഹാപ്പി ആയി. എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിച്ച നമ്മുടെ കുട്ടികൾ അവർ ആസ് കരിയറിലും അതുപോലെ തന്നെ ലൈഫിലും അവർ ഓരോ തീരുമാനങ്ങൾ എടുത്ത് അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മേജറായിട്ടുള്ള എന്താ പറയുക വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് അതൊക്കെ. ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ നിലമ്പൂരാണുള്ളത്. നമ്മുടെ കൂടെ എന്താ പറയുക ഷെഫീഖ് സാറുണ്ട്, മഞ്ചേരി ബ്രാഞ്ച് ഹെഡാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് മാരേജിന് വന്നത്. ഷെഫീഖ് സാർ, കുട്ടികൾ ജോലി കയറിയിട്ട് അവരിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു ലൈഫിൽ ഇങ്ങനെ ഓരോ ചേഞ്ചസ് അവരിലേക്ക് വരുന്നുണ്ട്. അപ്പം എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഒരു ഹാപ്പിനെസ് കാണുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് ജോബാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സിലാണ്. ഇവരെ CPC എക്സാം ക്ലിയർ ചെയ്ത് ജോബിലേക്കും നമ്മുടെ സഹായത്താൽ അവർ കയറുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. അതിനേക്കാളുപരി നമുക്കൊന്നും കൂടെ കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു സമയമാണ് ഇവരിതൊക്കെ കഴിഞ്ഞ് അവർ മെഡിക്കൽ കോളേജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ സ്റ്റിൽ നമ്മളായിട്ട് കണക്ഷൻ ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസ്. അത് കഴിഞ്ഞ് അവരുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു മൊമെൻറ്റും കൂടെയാണ് മാരേജ് എന്നൊക്കെ പറയുന്നത്. ആ ടൈമിലും അവർ നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്, അവർ നമ്മളെ വിളിച്ചിട്ട് എന്തായാലും കല്യാണത്തിന് വരണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അത് ആ ഒരു ഹാപ്പിനെസിന്റെ ആവാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിയെത്തിയിട്ടുള്ളത്. തീർച്ചയായും അതെ. നമ്മുടെ അടുത്ത് അവരെ ആകെ 3 മാസം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഗ്രാജുവേറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നൊരു 3 months അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അവർ ഡയറക്റ്റ് പോയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് ജോബ് കയറി, പിന്നെ അവർ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തു, മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുന്നോട്ടേക്ക് പോകുന്ന സമയത്തും അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 3-4 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടും അവർ നമ്മളായിട്ട് ടച്ച് ഉണ്ട്, സ്റ്റിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അവർ ഓരോ കരിയറിൽ വേറെ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ നോക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നുണ്ട്, നമ്മളായിട്ട് കണക്ഷനിൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതാണ് ഭയങ്കര ഒരു ഫാക്റ്റാണ്. ആ 3 months നമ്മളെടുത്ത് വന്നിട്ട് എന്താ പറയുക അവരുടെ കരിയറിൽ വലിയൊരു മേജർ ചേഞ്ച് ആണ് അവരുണ്ടായിരിക്കുന്നത്. പിന്നെ നമുക്ക് അവരായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ലൈഫിൽ മേജർ ടേണിംഗ് പോയിന്റ് ആണ് ഒരു കരിയറിൽ ജോബ് കിട്ടിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പം അതിനുശേഷം എന്താ പറയുക, അപ്പം കല്യാണവും അതിന് കാരണമാവുക എന്നുള്ളത് പറയുന്നത് ഭയങ്കര സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഹാപ്പിയാണ് കൂടെ. അപ്പോൾ അതെല്ലാം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു മാരേജ് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞല്ലോ കോഡേഴ്സാണ് 2 പേരും. അപ്പം അവരുടെ ലൈഫിൽ മുന്നോട്ടേക്ക് എന്താ പറയുക അവർ വ്യക്തമായ പ്ലാനോട് കൂടി തന്നെ അവർ കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുള്ളതും അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് യാതൊരു സംശയമില്ല. അപ്പം കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവരും പുതിയൊരു ജീവിതത്തിലേക്ക് അവർ കടക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ രണ്ടാളും
സെയിം പ്രൊഫഷനാണ്. അപ്പോൾ അനുസരിച്ചിട്ട് അവർ കരിയർ ഡെവലപ്പ് ചെയ്യുന്നു, ലൈഫും അവർ ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഞാൻ 2019 ആൾക്ക് ട്രെയിനിങ് കൊടുത്താണ്. ആളുടെ വീട്ടിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല. ആളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഇപ്പം, ഹസ്ബൻഡിൻ്റെ ഫംഗ്ഷനാണ് നമ്മളിപ്പം പങ്കെടുത്തത്. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടത്. ആൾക്ക് നമ്മൾ ചെറിയൊരു സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. എന്തായാലും ഹാപ്പി അല്ലല്ലേ ഷഫീഖ് സാർ? തീർച്ചയായിട്ടും പങ്കെടുക്കാൻ നമ്മളെ കയറി വന്ന സമയത്തൊക്കെ ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചില്ല നമ്മളെ. അപ്പം അങ്ങനെയാണ് പ്രതീക്ഷിക്കാതെ നമ്മൾ എത്തിയതാണ്. അപ്പം എന്തായാലും സന്തോഷം. അതോടൊപ്പം തന്നെ അവർക്ക് നല്ലൊരു ഭാവി ദാമ്പത്യ ജീവിതവും കൂടി നമ്മൾ കാർഡിയൻ്റെ സൈഡിൽ നിന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പിനെസ്സോടുകൂടി വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവർ മുന്നോട്ടേക്ക് ലൈഫും അവരുടെ കരിയറും അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടി തന്നെ അവരെന്ത് ചെയ്യും, മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളത് എന്താ പറയുക ഉറപ്പാണ്. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്, പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. അവർക്ക് മുന്നോട്ടേക്ക് എന്താ പറയുക എല്ലാവിധ ആശംസകളും നേരാണ്. ടേക്ക് കെയർ ആൻഡ് ബൈ.